ഹായ് മച്ചാമാരെ, ഒരുപാട് പേരുടെ സംശയമാണ് ആശാന്റെ ജീവിതത്തെ കുറിച്ച് അറിയണം. ആശാൻ എന്നാണ് ഈ ഡ്രൈവിംഗ് ഫീൽഡിൽ ഇറങ്ങിയത്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അത് അറിയാനുള്ള ആകാംക്ഷയോടെ ചോദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് അളക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്. എന്നിരുന്നാലും എല്ലാവർക്കും വേണ്ടി എൻ്റെ ഡ്രൈവിംഗ് ഫീൽഡിലെ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. 18ാമത്തെ വയസ്സിൽ വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് എടുത്താണ്. കാറിന്റെ ലൈസൻസും ബൈക്കിന്റെ ലൈസൻസും ഓട്ടോയുടെ ലൈസൻസും ഒരുമിച്ചാണ് എടുക്കുന്നത്. ആരും നിലവിൽ ആശാന്മാരാരുമില്ല. ആദ്യമായിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ മാന്നാറുള്ള സോണി ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിച്ച ആശാൻ മാത്രമാണ് ജീവിതത്തിൽ ആശാനായിട്ടുള്ളത്. അവിടുന്ന് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് എടുത്തതിന് ശേഷം വണ്ടി ഫീൽഡിലേക്കുള്ള ജീവിതം തുടങ്ങി. ആ ജീവിതം ആരംഭിച്ചതിന് ശേഷം കാറിൽ കൈതെളിഞ്ഞ് സെറ്റായി. ബൈക്ക് ഓൾറെഡി ഓടിക്കുമായിരുന്നു. ഓട്ടോ, ജ്യേഷ്ഠൻ ഓട്ടോ ഉള്ളതുകൊണ്ട് ഓട്ടോയിൽ നാട്ടിൽ തന്നെ മാന്നാർ തന്നെ ഓട്ടോ ഡ്രൈവറായി. പിന്നെ അതിനുശേഷം കാറിൽ ടൂർസ് അതുപോലെ തന്നെ ട്രാവൽസ് പാക്കേജ് ഓടാൻ തുടങ്ങി. പിന്നീട് വിദേശത്തേക്ക് പോയി. വിദേശത്തേക്ക് ഹെവി വണ്ടിയാണ് അവിടെ ഓടിച്ചത് 4 വർഷം. അതിനുശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം വലിയ വണ്ടി ഓടിക്കാനുള്ളൊരു ഭ്രമമുണ്ടായി. അപ്പോൾ എൻ്റെ ഒരു അനിയൻ്റെ അടുത്തേക്കാണ് കിളിപ്പണിയായിട്ട് ആദ്യമായിട്ട് ചെല്ലുന്നത്. അപ്പോൾ കിളിപ്പണിയുടെ ബുദ്ധിമുട്ടുകളും ഡ്രൈവിംഗ് മേഖലയിലെ ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ അനിയച്ചാർ നമുക്ക് പറഞ്ഞു തന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്നെ കൈ തെളിയിപ്പിച്ചെടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിപ്പിക്കാനോ ഒന്നും അദ്ദേഹത്തിന് സാധിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ റിസ്ക് ആണ് എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തുകയാണ് അദ്ദേഹം ചെയ്തത്. എനിക്കതിൽ ഒരുപാട് നിരാശ തോന്നി. ആ സമയത്തൊന്നും ഞാൻ ഹെവി ലൈസൻസ് എടുത്തിട്ടില്ല. പിന്നീട് ഒരു വാശിയായിരുന്നു ആ വണ്ടി ഇറങ്ങിയപ്പോൾ. നേരെ ചെങ്ങന്നൂരുള്ള സോണി ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ബാലപാഠങ്ങൾ പഠിച്ചു, ലൈസൻസ് എടുത്തു, ഇറങ്ങിയതിന് ശേഷം ഒരു വണ്ടിയിൽ കയറാനായിട്ട് അന്ന് ഈ അനിയച്ചാറുടെ കൂടെ പോയപ്പോഴത്തേനും കുറച്ച് ലോറി ഗ്രൂപ്പിലൊക്കെ പുള്ളി എന്നെ ആഡ് ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ ആ ലോറി ഗ്രൂപ്പിലുള്ള ഒരു അഡ്മിനുമായിട്ട് കമ്പനിയായി. ആ അഡ്മിനോട് ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു. അങ്ങനെ എന്നോട് തൃശ്ശൂർ എലൈറ്റിന്റെ മൈദ എടുക്കുന്നത് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് പുള്ളി കൂടെ വരാമെന്ന് പറഞ്ഞ് പുള്ളി വണ്ടി എടുത്തു. അപ്പോൾ കയറ് കെട്ടാൻ എനിക്ക് അറിയത്തില്ല. ഞാനൊന്ന് ഓൾറെഡി എനിക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു. ലൈസൻസേ ഉള്ളൂ, വണ്ടി ഓടിക്കാൻ അറിയാം, കയറും പെടുതയുടെ കാര്യം എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയോട് ഞാൻ ആലപ്പുഴ വരെ ഒരു ലോഡ് വന്നു. കറക്റ്റ് ആലപ്പുഴ എത്തിയപ്പോഴത്തേനും പുള്ളി ഒരു 500 രൂപ എനിക്ക് എടുത്ത് തന്നിട്ട് വീട്ടിൽ പൊക്കോ, തൽക്കാലം വണ്ടി ഓടുന്നില്ല, വണ്ടി കയറ്റിയിടാൻ പോയി, ഇച്ചിരി പണിയുണ്ട്, അതിനുശേഷം താങ്കളെ ബന്ധപ്പെടാം, അപ്പം നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നി നമുക്ക് കയറിന്റെയും പടുതയുടെയും പരിപാടി അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയതാണ് എന്ന്. പിന്നീട് മാന്നാറുള്ള എൻ്റെ ഒരു സഹോദരൻ എന്ന് തന്നെ പറയാം, മാലിക് വണ്ടിയുടെ മുതലാളിയായിരുന്ന ബഷീർക്ക ആണ്. ഞാൻ ബഷീർക്ക അടുത്ത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. എനിക്ക് ലൈസൻസ് എടുക്കുന്ന കാര്യവും അതുപോലെ തന്നെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ എന്നെ ഏതെങ്കിലും വണ്ടിയിലാക്കുന്ന കാര്യമൊക്കെ ഞാൻ ബഷീർക്കായിട്ട് ചർച്ച ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതുപോലെ ബഷീർക്കാട് പറഞ്ഞു, ബഷീർക്ക ലൈസൻസ് കിട്ടി, വണ്ടിയിലൊന്നും കൈതെളിയാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ ബഷീർക്ക നിരണത്തുള്ള ഒരു വണ്ടിയിലേക്ക് എന്നെ കയറ്റി വിടുകയാണ്. അപ്പം ബഷീർക്ക എനിക്ക് തന്നൊരു ഉപദേശമുണ്ട്, മോനെ ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, എന്തായാലും കാർ ഓടിക്കുമല്ലോ, നല്ല വൃത്തിക്ക് ഓടിക്കുമല്ലോ, ഓട്ടോ ഓടിക്കുമല്ലോ, ഓട്ടോ ഒക്കെ ഓടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വളയ്ക്കും തിരിക്കുന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു ഓട്ടോ 3 ചക്രം ഓടിച്ച് തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഒരു ഹെവി വണ്ടിയിലോട്ട് അങ്ങ് കയറ്, ആരോടും എക്സ്പീരിയൻസ് ഇല്ലാന്നൊന്നും പറയൊന്നും വേണ്ട, നീ വണ്ടി ഓടിക്കുന്ന ആളാണ്, ഡ്രൈവറാണ്, ധൈര്യമായിട്ട് അങ്ങോട്ട് ചെന്ന് കയറുക. അങ്ങനെ നിറണത്തുള്ള പാർട്ടി എടുത്ത് ചെന്നു. പുള്ളി എന്നോട് താക്കോല് തന്നു. പെരുമ്പാവൂരാണ് വണ്ടി കിടക്കുന്നത്. പെരുമ്പാവൂര് പോയി വണ്ടി എടുത്ത് എത്തുമ്പോഴത്തേനും അടുത്ത ലോഡ് ആകുമ്പോഴത്തേനും അങ്ങ് മുതലാളി എത്തിയേക്കാന്നും പറഞ്ഞാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ പെരുമ്പാവൂര് ചെന്നു. ഞാൻ വണ്ടി എടുത്ത് എത്തുമ്പം തന്നെ എന്നോട് മുതലാളി വിളിച്ചു പറയുന്നു, നേരെ എടപ്പള്ളിക്ക് പോകും, ഒരു സർക്കസ് കൂടാരവും കൊണ്ട് മണിമലയ്ക്ക് പോകണം, നീ അവിടെ ചെന്ന് ലോഡ് കയറ്റി കെട്ടുമ്പോഴത്തേനും ഞാൻ അങ്ങ് എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പെരുമ്പാവൂര് കാലടി തിരക്കുകൾക്കിടയിലൂടെ ആദ്യമായി വണ്ടി എടുത്ത് എടപ്പള്ളി ലക്ഷ്യമാക്കി ഞാൻ പോവുകയാണ്. അങ്ങനെ എടപ്പള്ളിയിലെത്തി. സർക്കസ് കൂടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ലോഡാണ്. ആ ഹൈറ്റിന്റെ മുകളിൽ സർക്കസ് കളിക്കുന്ന ആൾക്കാരും കൂടെ കയറിയിരുന്നു. ഞാൻ ഫുള്ള് ലോഡ് കെട്ടി. മുതലാളി വിളിച്ചപ്പോൾ മുതലാളി പറഞ്ഞു, നീ മണിമലയ്ക്ക് എടുത്തോണ്ട് വാ, ഞാൻ മണിമലയിലേക്ക് എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ലോഡ് ഒറ്റയ്ക്ക് മണിമലയ്ക്ക് എത്തിക്കുകയാണ്.
ഇതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അങ്ങനെ ഞാൻ മണിമല എത്തുന്നു, ലോഡ് ഇറക്കുന്നു, പൈസ മേടിക്കുന്നു. മുതലാളി എന്നോട് പറയുന്നു നേരെ കൊല്ലത്തേക്ക് വാ, കൊല്ലത്ത് നമുക്ക് ചക്ക കയറ്റാനുണ്ട്, ചക്കയുമായിട്ട് കൽക്കട്ടയ്ക്ക് ഒരു എക്സ്പ്രസ് പോകണം. അങ്ങനെ ഞാൻ നേരെ ഒറ്റയ്ക്ക് കൊല്ലത്ത് പോകുന്നു. കൊല്ലത്ത് പോയിട്ട് ചക്ക ഐസൊക്കെ ഇട്ട് സെറ്റാക്കി കയറ്റി കെട്ടുന്നു. അപ്പോഴത്തേനും മുതലാളി വരുന്നു. വണ്ടി കൽക്കട്ടയ്ക്കാണ് പോകുന്നത്, എക്സ്പ്രസ് ആണ്. മുതലാളി എന്നോട് ചോദിച്ചു എക്സ്പ്രസ് ഓടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എക്സ്പ്രസ് ഓടിച്ചിട്ടൊന്നുമില്ല, വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഒന്നും നോക്കണ്ട, വിട്ടോളാൻ പറഞ്ഞു. കൽക്കട്ടയ്ക്ക് ഞങ്ങൾക്ക് തന്ന സമയത്തിനും അരമണിക്കൂർ മുമ്പ് ഞങ്ങൾ ആ ചക്ക ലോഡ് എത്തിച്ചിട്ടാണ് ഈ എക്സ്പീരിയൻസ്. അതായത് എന്റെ തുടക്കവും ഞാൻ പറഞ്ഞു, അതായത് നോർമൽ ലോഡിന്റെ എന്റെ തുടക്കവും പറഞ്ഞു, എക്സ്പ്രസ് ലോഡിന്റെ എന്റെ തുടക്കവും പറഞ്ഞു. ഞാൻ നോർമൽ ലോഡിൽ നിന്ന് എന്റെ രണ്ടാമത്തെ ലോഡാണ് എന്റെ എക്സ്പ്രസ് ലോഡ്. ആ എക്സ്പ്രസ് ലോഡും വിജയകരമായി പൂർത്തിയാക്കിയിട്ടാണ് ഇന്ന് ഇത്രയും വർഷം പൂർത്തിയാക്കി ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോ എന്റെ എക്സ്പീരിയൻസ് അറിയേണ്ടവർക്ക് അറിയുകയും അതുപോലെ തന്നെ എന്നെ ഈ പറഞ്ഞ പോലെ കളിയാക്കാനായിട്ട് എന്റെ എക്സ്പീരിയൻസ് ചോദിച്ചവർക്ക് ഞാൻ അവരുടെ മുന്നിലേക്ക് എന്റെ എക്സ്പീരിയൻസ് ഞാൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ആർക്കും വേണ്ടിയല്ല. മുട്ട വിരിയുന്നത് പോലെ ഓരോ ദിവസവും ലൈസൻസ് എടുത്തിറങ്ങുന്ന, ഹെവി ലൈസൻസ് എടുത്തിറങ്ങുന്ന പാവപ്പെട്ടവരോടാണ് ഞാൻ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. എക്സ്പീരിയൻസോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യമോ ഇതിന് നിർണായകമല്ല. കാര്യം 7ഓളം ആൾക്കാർ എന്റെ പായ്പ്ര കുഞ്ഞൻ വണ്ടിയിലേക്ക് വന്ന് കൈതെളിഞ്ഞു പോയവരാണ്. ഇവർക്ക് എല്ലാവർക്കും ഞാൻ ബാലപാഠങ്ങൾ ഉൾപ്പെടെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സാഹചര്യം വന്നവരാണ്. അവരൊക്കെ ഇന്ന് നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, അത് നിങ്ങൾ എപ്പോൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങുന്നോ ആ സമയത്താണ് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലെ ഡ്രൈവർ ജനിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അവസരം മുതലാക്കുക. എന്താവശ്യങ്ങൾക്കും ബന്ധപ്പെടുക. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കേ.